പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി അഗ്രഹാരങ്ങളിലേക്കാണ് ഇന്നത്തെ യാത്ര. ഭാരതപ്പുഴയുടെ ഭാഗമായ കൽപ്പാത്തിപ്പുഴ കൽപ്പാത്തിയിലാണ്. ഈ പുഴയുടെ രണ്ട് വശത്തും കല്ലുകളാണ്. കല്ലുകളുടെ നടുക്ക് പാത്തി, അതായത് ആ പാത്തിയിലൂടെ ഒഴുകുന്ന പുഴ. അങ്ങനെയാണ് കൽപ്പാത്തി എന്ന പേര് വന്നത്. പാലക്കാട് ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നാൽ കൽപ്പാത്തിയായി. ബ്രാഹ്മണർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം, അതാണ് കൽപ്പാത്തി. പണ്ടൊരിക്കൽ ഈ അഗ്രഹാരത്തിൽ വന്നപ്പോൾ ഇവിടെ നിന്ന് കഴിച്ച നെയ്റോസ്റ്റും അതുപോലെ തന്നെ കാപ്പിയും അതിപ്പോഴും മനസ്സിലുണ്ട്. അങ്ങനെയാണ് വെറുതെ ഒന്ന് കൽപ്പാത്തിക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വന്നത്. ഞാൻ വന്നപ്പോൾ തന്നെ ഏകദേശം രാവിലെ 9 മണിയായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരേണ്ടത് വൈകുന്നേരങ്ങളിലാണ്, 6 മണിക്ക് ശേഷം. ഇവിടുത്തെ സന്ധ്യയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകളും മുല്ലപ്പൂവും ജമന്തിയും മാഞ്ഞു തുടങ്ങിയ കോലങ്ങളും പിന്നെ ഫിൽറ്റർ കോഫിയും, അങ്ങനെ ഇവിടുത്തെ സന്ധ്യയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ മൊത്തം 6 അമ്പലങ്ങളുണ്ട്. അതുപോലെ തന്നെ പുതിയ കൽപ്പാത്തിയും പഴയ കൽപ്പാത്തിയും. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ കൽപ്പാത്തിയിലാണ്. ദാ ഈ കാണുന്നതാണ് പ്രശസ്തമായ കൽപ്പാത്തി തേര്. കൽപ്പാത്തി തേര് അല്ലെങ്കിൽ കൽപ്പാത്തി രഥോത്സവം വളരെ പ്രശസ്തമാണ്. പക്ഷേ എനിക്കിതുവരെ കൽപ്പാത്തി തേര് കാണാൻ പറ്റിയിട്ടില്ല. എല്ലാ വർഷവും തുലാമാസം 28, 29, 30 ദിവസങ്ങളിൽ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത്. പാലക്കാട് ബ്രാഹ്മണർ ആദ്യമായി കുടിയേറിപ്പറത്ത സ്ഥലങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി. ഇവിടെ കൂടുതലും തമിഴ് ബ്രാഹ്മണരാണ്. ഇവിടുത്തെ വീടുകളെല്ലാം ഏകദേശം ഒരുപോലെയാണ്. മുൻവശത്ത് ഒരു തിണ്ണയുണ്ടാവും, അതുപോലെ എല്ലാം അടുപ്പിച്ചാണ്. പക്ഷേ വീടിന് വെളിയിൽ നിന്ന് കാണുമ്പോൾ കുറച്ച് ഭാഗം മാത്രം നമ്മൾ കാണുക. അങ്ങനെ നമ്മൾ പൊന്നുമാമി അച്ചാർ ഈ ഒരു വീടിന് മുമ്പിലെത്തിയിരിക്കുകയാണ്. ഈ അച്ചാർ ഒരുപാട് ഫേമസ് ആണ്. പക്ഷേ എനിക്ക് അങ്ങനെ അച്ചാർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങാൻ നിന്നില്ല. അപ്പോൾ അതിലൂടെ ഒരു ബസ് വന്നു. അപ്പോൾ മനസ്സിലായി ഇവിടെ ബസ് റൂട്ടും ഉണ്ടെന്ന്. അങ്ങനെ യൂട്യൂബിലെല്ലാം കുറേ കേട്ട ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി എന്നൊരു ഹോട്ടലിൽ കയറി. ഇവിടുത്തെ ഹോട്ടലുകൾ, ഈ ഒരു ഹോട്ടലല്ല എവിടെ കയറിയില്ല, നല്ല വെജിറ്റേറിയൻ ഫുഡായിരിക്കും. അപ്പോൾ പൂരിയും മസാലയും, പൂരി മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞൊരു മൈസൂർ പാക്ക് പറഞ്ഞു. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല, നല്ല നെയ്യുള്ള മധുരം, അടിപൊളിയായിരുന്നു. അങ്ങനെ സുഭക്ഷമായ പ്രാതലും കഴിച്ച് കൽപ്പാത്തിയുടെ ഒരറ്റത്തു നിന്ന് വേററ്റം വരെ പോയി തിരിച്ച് മടങ്ങി വരുമ്പോഴാണ് കോലം കണ്ണിപ്പെട്ടത്. ഇവിടുത്തെ എല്ലാ വീടുകളുടെ മുൻവശത്തും കോലം വരച്ചത് കാണാം. കോലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തറയിൽ വരയ്ക്കുന്ന രൂപങ്ങളാണ്. ഇത് മംഗളസൂചകവും ഐശ്വര്യപ്രദവുമാണ്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും തമിഴ് ബ്രാഹ്മണർക്കിടയിൽ കോലം വരയ്ക്കുന്നത് ഒരു പ്രധാന ആചാരമാണ്. അങ്ങനെ പുതിയ കൽപ്പാത്തിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പം നമ്മൾ നടക്കുന്നത് പഴയ കൽപ്പാത്തിയിലാണ്. ഈ പഴയ കൽപ്പാത്തി പുതിയ കൽപ്പാത്തി ഞാൻ കുറേ യൂട്യൂബിൽ നോക്കി, അതുപോലെ തന്നെ ഗൂഗിളിലും. പക്ഷെ എനിക്കത് മനസ്സിലായില്ല. പണ്ട് കെട്ടിയതായിരിക്കാം. ഇതിൻ്റെ ചരിത്രം ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. പഴയ കൽപ്പാത്തിക്ക് തിരക്ക് കുറച്ച് കുറവാണ്. കാരണം പുതിയ കൽപ്പാത്തി അവിടെ കുറേ കടകളൊക്കെ ഉണ്ട്, ഒരുപാട് കടകളുണ്ട്. പൂ വിൽക്കുന്നുണ്ട്, അച്ചാറുകൾ, അതുപോലെ തന്നെ ഹോട്ടലുകൾ. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ അതിലും ശാന്തമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുടുംബമായിട്ട് ഒരു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി, ഒരു മസാല ദോശയും പിന്നെ ഒരു ഫിൽറ്റർ കോഫിയൊക്കെ കഴിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കൽപ്പാത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.